സ്റ്റെഫിൻ മസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ നിന്നുണ്ട്. സ്റ്റെഫിൻ, ഗവർണർ അവിടേക്ക് എത്തിയോ? അജിത, ഗവർണർ അല്പസമയത്തിനകം തന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. CRPFിന്റെ ഭടന്മാരും ഗവർണർക്കൊപ്പം രാജ്ഭവന്റെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം നമുക്ക് അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അധിക ദൂരം ഒന്നും തന്നെ ഈ പറയുന്ന രാജ്ഭവനിൽ നിന്നും മസ്കറ്റ് ഹോട്ടലിലേക്ക് ഇല്ല. ഇപ്പോൾ ഏതായാലും പോലീസ് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ ഈ ഭാഗത്തെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം. സാധാരണഗതിയിൽ ഇങ്ങനെ വലിയ നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ പരിപാടിയിൽ, റോട്ടറി ക്ലബിന്റെ ഈ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു പ്രതികരണം ഉണ്ടാകുക. കാരണം നേരത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പരിപാടിക്ക് ശേഷം സംസാരിക്കാമെന്നുള്ളതായിരുന്നു ഗവർണർ നേരത്തെ സൂചിപ്പിച്ചത്. ഗവർണർ മസ്കറ്റ് ഹോട്ടലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് ഏതാണ്ട് 6:15 മണിയോടുകൂടി ഇവിടെ നിന്നും പോകും. അതിനുശേഷം ബാംഗ്ലൂരിലേക്കാണ് ഗവർണർ പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും അവസാനത്തെ ഔദ്യോഗിക പരിപാടിയാണ് ഗവർണറുടേത്. ഈ പറയുന്ന പരിപാടി പരിപാടിയിലുള്ള പ്രസംഗത്തിലെങ്ങാനും ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങളിൽ അനിഷ്ടം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അതോ ഈ പരിപാടി കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അത് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? മാധ്യമങ്ങളോട് ഒരുപക്ഷെ ഈ പരിപാടിക്ക് ശേഷം പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരിപാടിക്ക് ഇടയിൽ വെച്ചുകൊണ്ട് ഗവർണർ ഈ കാര്യം പറയുമെന്ന് അത് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം. അത് നമുക്ക് ഉറപ്പ് പറയാൻ ഏതായാലും ഈ ഘട്ടത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം മുൻപാണ് രാജ്ഭവനിൽ നിന്ന് കേന്ദ്രസേനയുടെ സുരക്ഷാ അകമ്പടിയോടെ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയത്. ഇന്ന് നിലമേലിലെ പ്രതിഷേധം സ്റ്റെഫിനിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ പരിപാടി സ്റ്റെഫിൻ റോട്ടറി ക്ലബിന്റെ പരിപാടി തുടരുന്നു. അത് കാണാൻ കഴിയുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന റോട്ടറി ക്ലബിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം മാധ്യമങ്ങളോട് ഇന്നത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് ഗവർണർ അല്പം മുൻപ് പറഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ ഔദ്യോഗിക പരിപാടി അവസാനിക്കും. AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇവിടെ എത്ര സമയമാണ് ഗവർണർ ചെലവഴിക്കാൻ പോകുന്നത്? അജിത, ഏതാണ്ട് 6 മണി വരെ ഗവർണർക്ക് ഒരുപക്ഷെ ഇവിടെ ഈ പരിപാടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും 5:15 മണിയായി. 3/4 മണിക്കൂർ ഈ പരിപാടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 6 മണിക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഏകദേശം ആ സമയത്ത് തന്നെ ഈ ഗവർണറുടെ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഗവർണറുടെ പരിപാടി ഇപ്പോൾ ഏതായാലും തുടങ്ങിയിരിക്കുകയാണ്. ഇതിനുശേഷം പുറത്തു വന്ന ശേഷമായിരിക്കും ഒരുപക്ഷെ ഗവർണർ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വിശദമായി സംസാരിക്കുകയും ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ പോവുകയാണ്. 6:15 മണിയോടുകൂടിയാണ്
ഗവർണർക്ക് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തേണ്ടത്. അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് യാത്ര തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിപാടി ഏതാണ്ട് 5:45 അല്ലെങ്കിൽ 6 മണിക്കിടെ ഒരു 6 മണിയോടുകൂടി ഈ പ്രതികരണം രണ്ടു പേരുടെയും, അതായത് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു പ്രതികരണം വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇവിടെ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വിശദമായ ഒരു പ്രതികരണം നൽകാമെന്നുള്ളത് തന്നെയാണ് ഗവർണർ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നുവെങ്കിൽ പോലും, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നുവെങ്കിൽ പോലും വലിയ തരത്തിലുള്ളൊരു പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ വീണ്ടും പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസും ഇപ്പോൾ ഏതായാലും ഈ നിലവിൽ ഈ ഘട്ടത്തിൽ വലിയ നാണക്കേടാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് നിലമേൽ നമ്മൾ കണ്ട ഗവർണർക്ക് ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അപൂർവമായ അല്ലെങ്കിൽ അസാധാരണമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കൊല്ലത്ത് നിലമേൽ കണ്ടത്. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും SFI പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. SFIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, അങ്ങനെ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കേന്ദ്രസേന എത്തിയാൽ പോലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം SFI തന്നെ വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഈ ക്രമസമാധാന പാലനത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഏതായാലും CRPF കൂടി ഗവർണറുടെ ഈ ഒരു സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഈ പരിപാടി നടക്കുന്ന മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ തന്നെ ഗവർണർക്ക് ഒപ്പം CRPFിന്റെ ഭടന്മാർ. ഇന്നത്തെ അവസാനത്തെ ഔദ്യോഗിക പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഗവർണർ മടങ്ങും. റോട്ടറി ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗവർണർ. ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ SFI ഉയർത്തിയത്. അതിനെതിരെ ഗവർണറുടെ പ്രതിഷേധവും ഉണ്ടായി. ഈ SFI കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടുമൊക്കെ ഗവർണർ കയർത്തത് കണ്ടതാണ്. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇരുന്നതും കണ്ടു. അതിനുശേഷം FIR രേഖകളൊക്കെ കാണിച്ച ശേഷമാണ് ഗവർണർ മടങ്ങിയത്. തലസ്ഥാനത്തും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി. ഇതിനെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത്. സ്റ്റെഫിൻ, ഈ റോട്ടറി ക്ലബിന്റെ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏത് നിമിഷവും ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രതീക്ഷിക്കാമോ? എപ്പോഴാണ് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്? ഇനി നേരെ എയർപോർട്ടിലേക്കാണോ യാത്ര? അഞ്ജിത, ഏതായാലും അരമണിക്കൂറിനകം തന്നെ ഈ പരിപാടി പൂർത്തിയാക്കി ഗവർണർ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് CRPF ഗവർണറുടെ ഈ സുരക്ഷാ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള CRPF ഭടന്മാർ ഈ മസ്കറ്റ് ഹോട്ടലിന് പുറത്ത് ഗവർണർക്ക് കാവൽ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗവർണറുടെ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഗവർണർ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്തതിനു ശേഷം ഇപ്പോൾ ചടങ്ങുകൾ അവിടെ ഔദ്യോഗികമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആ ചടങ്ങിൽ പങ്കെടുത്ത് 6:15 കൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഗവർണർ തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്ന് മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഇല്ല. 2 പരിപാടികളായിരുന്നു ഗവർണർക്ക് മുൻകൂട്ടി ഉണ്ടായിരുന്നത്. ഒന്ന് നേരത്തെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന പരിപാടി, അതിനുശേഷം ഇപ്പോൾ ഈ റോട്ടറി ക്ലബിന്റെ പരിപാടി. അങ്ങനെ 2 ഔദ്യോഗിക പരിപാടികളാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ കൊല്ലത്ത് നിലമേലിൽ വലിയൊരു പ്രതിഷേധത്തിനും വലിയ അസാധാരണമായ സംഭവങ്ങൾക്കുമെല്ലാം ശേഷം ഗവർണർ തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും SFI സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ എത്തുമ്പോഴും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ പ്രതിഷേധങ്ങളും. അതോടൊപ്പം തന്നെ ഗവർണർ റോഡിലടക്കം ഈ കേന്ദ്രസേന തന്നെ പോലീസിന്റെ ഈ സുരക്ഷ യാതൊരു തരത്തിലും പ്രയോജനം കണ്ടില്ല എന്ന് തന്നെ ഗവർണർ കൃത്യമായി തന്നെ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ഈ ഗവർണറുടെ പ്രത്യേക സുരക്ഷയ്ക്കായി നിയോഗിക്കുന്ന യഥാർത്ഥത്തിൽ കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അതോടൊപ്പം തന്നെ സേനയും ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്ത് മസ്കറ്റ് ഹോട്ടലിന് പുറത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇന്ന്